നമസ്കാരം. വർഗീയതയ്ക്കെതിരെ എക്കാലവും ശക്തമായി പ്രതിരോധമുയർത്തുന്നത് ഞങ്ങൾ മാത്രമാണ് എന്ന് വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്ന CPM കഴിഞ്ഞ ദിവസം ഒരു വർഗീയ പ്രസ്താവന ഇറക്കി. BJPയുടെ അതേ ഭാഷ CPM നേതാക്കളും ഈ അടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. CPM നേതാവായ വിജയരാഘവൻ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. എന്നാൽ ഈ വിവാദ പ്രസ്താവന വിജയരാഘവന്റെ മാത്രം അഭിപ്രായമാണ് എന്ന് കരുതി തള്ളിക്കളയാൻ കഴിയില്ല. വിജയരാഘവനെ പിന്തുണച്ചുകൊണ്ടാണ് മിക്ക CPM നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. CPM എന്ന പാർട്ടിയുടെ നിലപാടും ഇതുതന്നെയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ CPM പൊളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ നടത്തിയ പരാമർശത്തെ പിന്തുണയ്ക്കുകയാണ് CPM നേതാക്കൾ. MV ഗോവിന്ദനും TP രാമകൃഷ്ണനും PK ശ്രീമതിയും വിജയരാഘവനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. വിജയരാഘവൻ വിമർശിച്ചത് വർഗീയ സംഘടനകളുമായി ചേർന്നുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനത്തെയാണ് എന്നാണ് TP രാമകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ വിജയം മുസ്ലിം വർഗീയവാദികളുടെ പിൻബലത്തിലാണ് എന്നായിരുന്നു വിജയരാഘവന്റെ വിവാദ പ്രസ്താവന. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ട CPM നേതാവാണ് ഇവിടെ കേരളത്തിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരായി BJPയുടെ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്നത്. BJP പറഞ്ഞ കാര്യത്തെ CPM അടിവരയിട്ട് ഉറപ്പിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. CPM BJPക്ക് ഇവിടെ അനുകൂലമായ ഒരു അവസ്ഥയുണ്ടാക്കി കൊടുക്കുന്നു എന്ന സംശയം പോലും പലരും ഉന്നയിക്കുന്നുണ്ട്. വർഗീയ ശക്തികളെ UDFനോടൊപ്പം ചേർക്കാൻ ലീഗ് ശ്രമിക്കുകയാണ് എന്നാണ് TP രാമകൃഷ്ണൻ പറഞ്ഞത്. SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും UDFൽ ഉറപ്പിച്ചു നിർത്താൻ ലീഗ് ശ്രമിക്കുകയാണ്. വിജയരാഘവന്റെ പരാമർശത്തിൽ വർഗീയ നിലപാടില്ല, വർഗീയതയെ സഹായിക്കുന്ന നിലപാടുമില്ല, ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണനം പാർട്ടി അജണ്ടയല്ല എന്നും പറഞ്ഞ TP രാമകൃഷ്ണൻ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിജയത്തിൽ വർഗീയ ശക്തികളുടെ സഹായമുണ്ട് എന്ന് ആവർത്തിച്ചു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിമർശനം മുസ്ലിങ്ങൾക്കെതിരല്ലായിരുന്നു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. RSS വിമർശനം ഹിന്ദുക്കൾക്കും എതിരല്ല. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ശക്തിയായി വരുന്നു, അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. മുസ്ലിം സമുദായത്തിൽ ഭൂരിപക്ഷവും മതേതരവാദികളാണ് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അതേസമയം വിജയരാഘവൻ പാർട്ടി നയം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പ്രസംഗത്തിൽ പറഞ്ഞത് എന്നാണ് PK ശ്രീമതി പറഞ്ഞു വെക്കുന്നത്. വിജയരാഘവൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കണം. വർഗീയവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. കേരളത്തിൽ വർഗീയവാദികൾ തല ഉയർത്താൻ ശ്രമിക്കുകയാണ്. ഹിന്ദു മുസ്ലിം വർഗീയവാദികൾക്കെതിരായ നിലപാടാണ് CPM എടുക്കുന്നത് എന്നാണ് PK ശ്രീമതി വിജയരാഘവനെ പിന്തുണച്ചുകൊണ്ട് നടത്തിയത്. എന്തായാലും പാർട്ടിക്കുള്ളിലും വിജയരാഘവന്റെ ഈ വിവാദ പ്രസ്താവനയെ പിന്തുണച്ചുള്ള നിലപാടുകളാണ് ഉണ്ടാകുന്നത്. CPMന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയായി ഇതിനെ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു.